ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു MCCBനെ ഒന്ന് എന്താണെന്നും അതിൻ്റെ ഷണ്ട് കോയിൽ എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കാണാൻ പോകുന്നത്. ഇത് കുറേ കാലമായി വീഡിയോ എടുത്തിട്ട്, എന്നാലും ഒന്ന് ജസ്റ്റ് ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഒന്ന് ലുക്കായിട്ട് എടുക്കുന്ന വീഡിയോ കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിനെക്കാട്ടും മുന്നേ നിങ്ങളിൽ ആരെങ്കിലും വീടോ മറ്റ് ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കിടെക്ട്സിനോ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനോ ഇലക്ട്രീഷ്യന്മാർക്കോ ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സിനോ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സോ പ്ലംബിംഗ് ഡ്രോയിങ്സോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു അവർ ചാനൽ Shishiram എഞ്ചിനീയറിംഗ് സർവീസ്. ഇത് MCCB ആണ്, 100 ആംപിയറിൻ്റെ ആണ്, 4 പോൾ MCCB ആണ്. ഇത് 18 kA ആണ് ഫോൾട്ട് റേറ്റിംഗ്. 415 18 kA ആണ് ഫോൾട്ട് റേറ്റിംഗ് വരുന്നത്. ജസ്റ്റ് ഷണ്ട് കോയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത്. ഷണ്ട് കോയിൽ ഇപ്പോൾ MCCB നമ്മളൊരു കമാൻഡ് കൊടുത്തിട്ട് ട്രിപ്പ് ചെയ്യണം ഓട്ടോയിൽ, അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എർത്ത് ഫോൾട്ട് വന്നു കഴിഞ്ഞാലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ എർത്ത് ഫോൾട്ട് റിലേറ്റ് കണക്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഷണ്ട് കോയിലാണിത്. ഓക്കെ, ഈ ഷണ്ട് കോയിൽ എങ്ങനെയാണ് MCCBയിൽ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറയുന്നത്. നോർമലി ഒരു MCCB ഇത് ഓണിലാണുള്ളത്, ഇത് ഓഫിലാണുള്ളത്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണാണ്, 0 എന്ന് പറഞ്ഞാൽ ഓഫാണ്. ഇവിടെ ഇൻഡിക്കേഷനും ഉണ്ട്, ഗ്രീനും റെഡും ആയിട്ട്. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് ഈ ഷണ്ട് കോയിൽ നമുക്കൊരു റിമോട്ടിൽ നിന്ന്, അതായത് ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് ബട്ടൺ ഞെക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൾട്ട് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു എർത്ത് ഫോൾട്ട് വരുമ്പോൾ ഈ MCCB ട്രിപ്പ് ആവണം. എങ്ങനെ ചെയ്യാം? ഇതാണ് ഷണ്ട് കോയിൽ. ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് പവർ കൊടുക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യേണ്ടത് നോക്കാം. ഓരോ കമ്പനീൻ്റെ ഓരോ മോഡലായിരിക്കും. ഇപ്പോൾ ഇത് L&Tൻ്റെ ഒരു മോഡലാണ്, നമ്മുടെ നാട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡല്ലേ L&T. അപ്പോൾ ആദ്യം ഈ 3 സ്ക്രൂ ഊരി മാറ്റാം. ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ഓഫാണ്. ഇതിൽ കൂടെ നമുക്ക് ഓൺ ആക്കിയതിനു ശേഷം ടെസ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി ട്രിപ്പ് പൊസിഷനിൽ വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് മാനുവലി ട്രിപ്പ് ആക്കുക. ഇപ്പോൾ ഷണ്ട് കോയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേ സംഭവം ഓട്ടോമാറ്റിക്കലാണ് ഷണ്ട് കോയിൽ ചെയ്യുക. ഇപ്പോൾ നമുക്ക് തുറക്കണമെങ്കിൽ ഓൺ ആക്കിയാലും തുറക്കാൻ പറ്റില്ല, ഓഫ് ആക്കിയാലും തുറക്കാൻ പറ്റില്ല. ട്രിപ്പ് പൊസിഷനിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഈസി ആയിട്ട് തുറക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്കാണ് 3 സാധനം ഉണ്ട് അത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇടാം. ഇപ്പോൾ എവിടെ ഇടണം എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഇതിനകത്ത് ഇവിടെ SH അല്ലെങ്കിൽ UV എന്ന് എഴുതിയിട്ടുണ്ട്, അണ്ടർ വോൾട്ടേജ് അല്ലെങ്കിൽ SH. അതിൻ്റെ കോയിൽ ഇടേണ്ടതാണ്. SH ആണിത്. ഇതെടുത്ത് മാറ്റുക. എന്നിട്ടാകുമ്പോൾ ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം നോക്കുക. ഇതൊരു സോളിനോയിഡാണ്, ഇതിൻ്റെ അകത്തൊരു കോയിലാണ്. ഇതിൻ്റെ അകത്ത് പവർ വരുമ്പോൾ ഈ പ്ലഞ്ചർ ഇങ്ങനെ വലിക്കുക ചെയ്യുക. അപ്പോൾ ഇത് പോയിട്ട് അടിയിൽ ആ കോപ്പർ അതിൻ്റെ തട്ടും, എന്നിട്ടാണ് ഇതിനെ ഓൺ ഓഫ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് ഫംഗ്ഷൻ. എന്നിട്ടാകുമ്പോൾ ഇത് നമ്മുടെ ഫേസ് ചെയ്ത് നമ്മൾ L&T എന്നുള്ള ഭാഗം നമ്മുടെ ഇത് കണ്ടോ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്തിട്ട് നേരെ ഇതിലേക്ക് ഇറക്കി വെക്കുക. നമ്മുടെ ഗാഡിയൊക്കെ മാച്ച് ആവുന്ന ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കുക. ഈ സാധനം വയറ് നമുക്ക് ഇതിലൂട്ടിയാണ് വേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ സംഗതി റെഡിയായി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് മാനുവലി പുഷ് ചെയ്യുന്ന സമയത്ത് ഇതേ സംഭവം തന്നെയാണ് മറ്റേത് നമ്മുടെ ഷണ്ട് കോയിൽ കൊണ്ടുപോയിട്ട് ഇലക്ട്രിക്കലി ആക്ടിവേറ്റ് ആകുമ്പോൾ ഇതിലേക്ക് ഫോർ എക്സാമ്പിൾ ഒരു പവർ വരുമ്പോൾ ഇലക്ട്രിക്കലി ആക്ടിവേറ്റ് ആയിക്കൊണ്ട് ഇത് ട്രിപ്പ് ആവുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഫംഗ്ഷനിങ് കൂടി നോക്കാം. അതായത് നമ്മളിപ്പോൾ ഷണ്ട് കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 230 വോൾട്ടിൻ്റെ ഷണ്ട് കോയിലാണ്, സിംഗിൾ ഫേസ്. അപ്പോൾ നമ്മളിത് ഓൺ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി ഒരു ഫോൾട്ട് സിഗ്നൽ, മേ ബി അതൊരു എമർജൻസി സ്വിച്ച് എന്നാവാം, അല്ലെങ്കിൽ ഒരു എർത്ത് ഫോൾട്ട് റിലേ എന്നൊരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇതിനപ്പം ട്രിപ്പ് ആക്കും ഓട്ടോമാറ്റിക്കായിട്ട്. നമുക്ക് നോക്കാമല്ലോ. കണ്ടോ, പവർ ഞാൻ ജസ്റ്റ് ഓൺ ചെയ്തു, ആ പവർ ഇവിടെ വന്നപാട് ഇതിനെ ട്രിപ്പ് ചെയ്തു. ഈ ഷണ്ട് കോയിലാണ് ഇതിനെ ട്രിപ്പ് ആയത്. ഇതാണ് ഇതിൻ്റെ ആവശ്യം. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമായി മനസ്സിലായെന്ന്. Shishiram എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിന് പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെ സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും, അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും, ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെ പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.